ഹായ്, നമ്മുടെ പ്രൊപ്പോസിഷനാണ് നോക്കുന്നത്. ലെറ്റ് റിയൽ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ റിയൽ പാർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ -1, ദെൻ ദി സീരീസ് സിഗ്മ ലോഗ് ഓഫ് 1 + Zn കൺവേർജസ് അബ്സല്യൂട്ട്ലി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി സീരീസ് സിഗ്മ Zn കൺവേർജസ് അബ്സല്യൂട്ട്ലി. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ റിയൽ ഓഫ് സെഡ് എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ -1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ലോഗ് ഓഫ് 1 + Zn പറഞ്ഞത് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അബ്സല്യൂട്ട്ലി കൺവേർജസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ല. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങനെയാണെങ്കിൽ സ്മോൾ സിഗ്മ Zn കൺവേർജസ് അബ്സല്യൂട്ട്ലി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് സിഗ്മ മോഡുലസ് ഓഫ് Zn കൺവേർജസ് ദെൻ Zn കൺവേർജസ് ടു 0. അതായത് സിഗ്മ Zn കൺവേർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? Zn 0ലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. സോ ഇവൻച്വലി മോഡുലസ് ഓഫ് Zn ലെസ് ദാൻ 1/2. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രൊപ്പോസിഷനിലല്ല, ജസ്റ്റ് റിസൾട്ട് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു സെക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയേണ്ടത് മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ 1/2 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് 1 + Z. ലോഗ് ഓഫ് 1 + Z ഈസ് അതൊരു കൺവേർജൻ സീരീസ് ആയിരിക്കും എന്നാണ് നമ്മൾ ഒരു കഴിഞ്ഞതിൽ ചെറിയൊരു പവർ സീരീസ് എക്സ്പാൻഷൻ്റെ ആ ഒരു എക്സ്പാൻഷനിൽ പറയുന്നുണ്ട്. സോ മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ 1/2 ആണ്. ആ ഒരു സ്ഥിതി നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് Zn ആണ്, കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ Zn ലെസ് ദാൻ 1/2 എന്ന് എടുക്കുക. ദെൻ സിഗ്മ ലോഗ് ഓഫ് മോഡുലസ് ഓഫ് Zn ഈസ് ഡോമിനേറ്റഡ് ബൈ എ കൺവേർജൻ സീരീസ് ആൻഡ് ഇറ്റ് മസ്റ്റ് കൺവേർജസ് ഓൾസോ. അതെന്തായാലും എന്തായിരിക്കും? കൺവേർജ് ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ. ലോഗ് ഓഫ് നമ്മൾ ആദ്യം തിരിച്ചാണ് പ്രൂവ് ചെയ്തത്. സിഗ്മ Zn കൺവേർജസ് ആണെങ്കിൽ സിഗ്മ ലോഗ് മോഡുലസ് ഓഫ് ലോഗ് 1 + Zn എന്ന് പറഞ്ഞത് എന്താണ്? ഒരു കൺവേർജൻ സീരീസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി കോൺവേഴ്സ്ലി സിഗ്മ ലോഗ് ഓഫ് 1 + Zn കൺവേർജസ് ദെൻ ഇറ്റ് ഫോളോസ് ദാറ്റ് മോഡുലസ് ഓഫ് Zn ലെസ് ദാൻ 1/2 ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ്. അതായത് n വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ Zn-ൻ്റെ വാല്യൂ 1/2-നേക്കാളും ചെറുതാണ് വരിക. ദെൻ അഗെയിൻ 5.3 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സിഗ്മ മോഡുലസ് ഓഫ് Zn എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കൺവേർജൻസ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ലോഗ് ഓഫ് 1 + Z എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പവർ സീരീസ് എക്സ്പാൻഷൻ ആണ്. പവർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? അത് പവർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കൺവേർജൻ സീരീസാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു കൺവേർജൻസിൻ്റെ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വി ഷുഡ് ഡിഫൈൻ ഒന്നും വേണ്ട. ഇഫ് പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഇവിടെ സമ്മേഷൻ്റെ കേസാണ് പറഞ്ഞത്. ഇഫ് പ്രൊഡക്റ്റ് മോഡുലസ് ഓഫ് Zn കൺവേർജസ് ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദാറ്റ് സിഗ്മ Zn കൺവേർജസ്. അതായത് മോഡുലസ് ഓഫ് Zn പ്രൊഡക്റ്റ് മോഡുലസ് ഓഫ് Zn കൺവേർജസ് ആണെന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? പ്രൊഡക്റ്റ് Zn കൺവേർജസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻഫാക്ട് ലെറ്റ് Zn = -1 ഫോർ ഓൾ n, ദെൻ മോഡുലസ് ഓഫ് Zn എന്താണ്? 1 ആണ്. സോ ദാറ്റ് പ്രൊഡക്റ്റ് മോഡുലസ് ഓഫ് Zn എന്തായിരിക്കും? കൺവേർജസ് ടു 1 ആണ്. കാരണം എന്താ? ഇതിൻ്റെ മോഡുലസ് ഓഫ് Zn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Z1 × Z2 × എക്സെട്ര × Zn ആണ്. അതായത് 1 × 1 × 1 × എക്സെട്ര ദാറ്റ്സ് കൺവേർജസ് ടു 1 ആണ്. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് Z എന്ന് പറഞ്ഞാൽ എന്താ വരിക? -1 × 1 × -1 × -1 × -1 എന്നാണ് വരിക. അപ്പോൾ അവിടെ രണ്ട് വാല്യൂസ് വരും. ഒന്നുകിൽ +or-1 വരും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് n ഈവൺ ആണോ n ഓഡ് ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. സോ ദാറ്റ് പ്രൊഡക്റ്റ് Zn ഡസ് നോട്ട് കൺവേർജ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. സോ അത് നമുക്ക് കൺവേർജ് ചെയ്യില്ല എന്ന് പറയാം. ഓക്കെ, ദസ് ഇഫ് അബ്സല്യൂട്ട് കൺവേർജൻസ് ഈസ് ടു ഇംപ്ലൈ കൺവേർജൻസ് വി മസ്റ്റ് സീക്ക് എ ഡിഫറെൻറ്റ് ഡെഫിനേഷൻ. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന പ്രൊഡക്റ്റ് സമ്മിൻ്റെ കേസിലാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, then next definition ആണ് if real of Zn greater than 0 for all n, then the infinite product Zn is said to converges absolutely if the series sigma log Zn converges absolutely. product Zn converges absolutely എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്തുണ്ടായാൽ മതി? അതിൽ log Zn converges absolutely ആയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലെമ്മ നോക്കാം. ലെറ്റ് x be a set and let f1 f2 f1 f2 etc be a functions from x into c such that fn of x converges to f of x uniformly for x in x if there is a constant a such that real f of x is less than or equal to a for all x in x, then exponential fn of x, അതായത് e raised to fn of x.
is converges to e raised to f of x uniformly for x in x. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മെറാമോർഫിക് ഫംഗ്ഷൻ്റെ ആ ഒരു കേസിലൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എഫ് എൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഓഫ് എഫ് എൻ ഓഫ് എക്സ് ഈസ് കൺവേർജൻസ് ടു എക്സ്പൊണൻഷ്യൽ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ഗിവൺ ദെൻ ചൂസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇ റേസ് ടു സെറ്റ് മൈനസ് 1 ഈസ് ലെസ് ദാൻ. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ് വേണ്ടത്. സോ നമ്മൾ ഇ റേസ് ടു സെറ്റ് മൈനസ് 1 ലെസ് ദാൻ എപ്സിലോൺ ഇ റേസ് ടു മൈനസ് എ. ഇ റേസ് ടു സെഡും 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തിനേക്കാളും ചെറുതാണെന്ന് എടുത്തു. എപ്സിലോൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ, അതായത് എപ്സിലോൺ ഇൻറ്റു 1 ബൈ ഇ റേസ് ടു എ, എപ്സിലോൺ ബൈ ഇ റേസ് ടു എനേക്കാളും ചെറുതാണെന്ന് നമ്മളെടുത്തു. whenever modulus of z less than delta. Now choose n naught such that modulus of fn of x minus f of x is less than delta for all x in x whenever n greater than or equal to n naught. Thus that epsilon into e raised to minus a is greater than modulus of, നമ്മളിപ്പോൾ ഇതിന് മൊത്തം എന്ത് കൊടുക്കാം, മോഡുലസ് അതിനേക്കാളും വലുതായിരിക്കും എന്ത്, അതിനേക്കാളും ചെറുതായിരിക്കും എന്ത്, ഇ റേസ് ടു സെഡ് മൈനസ് 1നേക്കാളും ഇ റേസ് ടു സെഡിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ആയിട്ടല്ലേ വരുന്നത്, എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. സോ ഇ റേസ് ടു എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് 1. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു എഫ് എൻ ഓഫ് എക്സ് ഡിവൈഡഡ് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് എഴുതാം. കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ വരുന്നത്. സോ അതിന് ലോഗ് വെച്ച് എഴുതുമ്പോൾ നമുക്കറിയാം ലോഗ് എ മൈനസ് ബി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് ഓഫ് എ ഡിവൈഡഡ് ലോഗ് ബി എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ്പോണൻഷ്യലും സെയിം റിസൾട്ടാണ് വരുന്നത്, ദാറ്റ്സ് മൈനസ് 1. ഇറ്റ് ഫോളോസ് ദാറ്റ് ഫോർ എനി എക്സ് ഇൻ എക്സ് ആൻഡ് ഫോർ എൻ ഗ്രേറ്റർ ദാൻ നോട്ട് ഈക്വൽ ടു എൻ നോട്ട് exponential of fn of x minus exponential of f of x is less than epsilon into e raised to minus a into exponential of f of x less than or equal to epsilon വരും. ഓക്കെ, ഇവിടെ ഈ എക്സ്പോണൻഷ്യൽ ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ അപ്പുറത്ത് ഈ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. സോ എപ്സിലോൺ ഇ റേസ് ടു മൈനസ് എ മോഡുലസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ് എന്താ, നമ്മൾ ആദ്യം എന്താ എടുത്തിങ്ങനെ എഫ് എൻ ഓഫ് എക്സ് എഫ് എൻ കൺവേർജസ് ടു എഫ് ആണെങ്കിൽ, എഫ് എൻ കൺവേർജസ് ടു എഫ് ആണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്, എക്സ്പോണൻഷ്യൽ ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് പ്രൂവ് ചെയ്തത്. നെക്സ്റ്റ് ലെമ്മയാണ് ലെറ്റ് എക്സ് ഡി ബി എ കോമ്പാക്ട് മെട്രിക് സ്പേസ് ആൻഡ് ലെറ്റ് ജി എൻ ബി എ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഫ്രം എക്സ് ഇൻ ടു സി സച്ച് ദാറ്റ് സിഗ്മ ജി എൻ ഓഫ് എക്സ് കൺവേർജസ് എബ്സല്യൂട്ട്ലി ആൻഡ് യൂണിഫോംലി for x in x, then the product f of x equal to product n equal to 1 to infinity 1 plus gn of x converges absolutely and uniformly for x in x. Also there is an integer n naught such that f of x equal to 0 if and only if gn of x equal to minus 1 for some n 1 less than or equal to n less than or equal to n naught. അതായത് എക്സ് ഡി എന്ന് പറഞ്ഞ ഒരു കോമ്പാക്ട് മെട്രിക് സ്പേസ് ആണ്. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് എക്സിൽ നിന്ന് സിയിലേക്കുള്ള. അങ്ങനെയാണെങ്കിൽ സിഗ്മ ജി എൻ ഓഫ് എക്സ് എന്താണ്, കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് യൂണിഫോംലി ഫോർ എക്സ് ഇൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് എന്തായിരിക്കും, അതായത് ജി എൻ ഓഫ് എക്സ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് യൂണിഫോംലി ഫോർ എക്സ് ഇൻ എക്സ്. ഓക്കെ, അത് ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യണം. ആൻഡ് ഓൾസോ ദർ ഇസ് എൻ ഇൻറ്റിജർ, ഒരു ഇൻറ്റിജർ എൻ നോട്ട് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 1 ഫോർ സം എൻ അതും നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിൻസ് സിഗ്മ ജി എൻ ഓഫ് എക്സ് കൺവേർജസ് യൂണിഫോംലി ഫോർ എക്സ് ഇൻ എക്സ്, സിഗ്മ ജി എൻ ഓഫ് എക്സ് കൺവേർജസ് യൂണിഫോംലി ആണെന്ന് വിചാരിക്കുക. ദെൻ ദർ ഇസ് എൻ ഇൻറ്റിജർ എൻ നോട്ട് സച്ച് ദാറ്റ് നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് ജി എൻ ഓഫ് എക്സ് ലെസ് ദാൻ 1/2 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഇന്നീക്വാലിറ്റി വെച്ചിട്ട് ഇത് സിംപ്ലൈസ് ദാറ്റ് റിയൽ ഓഫ് 1 പ്ലസ് ജി എൻ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതൊക്കെ ദെൻ 5.3 പറഞ്ഞാൽ ഇന്നീക്വാലിറ്റി വെച്ചിട്ട് ലോഗ് ഓഫ് 1 പ്ലസ് ജി എൻ ഓഫ് എക്സ് എന്തായിരിക്കും, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 ഇൻറ്റു ജി എൻ ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റിസൾട്ട് നോക്കി വെക്കുക കേട്ടോ, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ നോട്ട്. ദെൻ എച്ച് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എന്തെടുത്തു, ഈ സിഗ്മ എൻ ഈക്വൽ ടു എൻ നോട്ട് പ്ലസ് 1 ടു ഇൻഫിനിറ്റി ലോഗ് ഓഫ് 1 പ്ലസ് ജി എൻ ഓഫ് എക്സിന് എടുത്തു. അതെന്തായാലും എന്തായിരിക്കും, അതൊരു പവർ സീരീസ് ആണ്. പവർ സീരീസിന് പുറമെ അതെന്താണ്, ഒരു കൺവേർജസ് ആണ്. സോ കൺവേർജസ് ആയതുകൊണ്ട് അത് കൺവേർജസ് യൂണിഫോംലി നമുക്ക് പറയാം.
സിൻസ് എച്ച് ഇസ് കണ്ടിന്യൂസ്, എച്ച് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, ആൻഡ് എക്സ് ഇസ് കോമ്പാക്റ്റ്, എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് പറയാം, എച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഇൻ പെർട്ടിക്കുലർ ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് എ, ഒരു കോൺസ്റ്റൻറ്റ് എ എടുത്തിട്ടുണ്ടെങ്കിൽ റിയൽ ഓഫ് എച്ച് ഓഫ് എക്സ് എന്തായാലും എന്തായിരിക്കും, എനേക്കാളും ചെറുതായിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ എക്സ്. ദസ് ലെമ്മ 5.7. 5.7 ലെമ്മ മീൻസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു എഫ് എൻ ഓഫ് എക്സ് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിലേക്ക് യൂണിഫോംലി കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും എന്തായിരിക്കും, അത് യൂണിഫോംലി കൺവേർജൻ ചെയ്യും. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്തായാലും നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് എക്സ് ഈസ് കൺവേർജസ് ടു, എച്ച് ഓഫ് എക്സ് കൺവേർജ് ചെയ്യേണ്ടതെന്ന് കിട്ടി. സോ ഓട്ടോമാറ്റിക്കലി കൺവേർജസ് ആൻഡ് യൂണിഫോംലി എന്ന് കിട്ടി. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, എക്സ്പോണൻഷ്യൽ ഓഫ് എച്ച് ഓഫ് എക്സ് ഈസ് കൺവേർജസ് യൂണിഫോംലി ഫോർ എക്സ് ഇൻ എക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു -1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫൈനലി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ, എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ 1 + g1 ഓഫ് എക്സ് പ്രൊഡക്റ്റ് അല്ലേ. സോ 1 + g1 ഓഫ് എക്സ് ഇൻറ്റു 1 + g2 ഓഫ് എക്സ് ഇൻറ്റു എക്സെട്ര 1 + gn0 ഓഫ് എക്സ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് എക്സ്പോണൻഷ്യൽ ഓഫ് എച്ച് ഓഫ് എക്സ് എന്തായാലും എന്താവില്ല, ഈസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി എക്സ് ഇൻ എക്സ്. സോ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് 0 ആവണേൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് വരിക, ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു -1. അതായത് എഫ് ഓഫ് എക്സ് 0 ആവണമെങ്കിൽ ഇതൊരിക്കലും 0 ആവില്ല. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് 0 ആവണമെങ്കിൽ ആകെ എന്ത് പോസിബിലിറ്റി ഉള്ളൂ, ഈ ജി എൻ ഓഫ് എക്സ് പറഞ്ഞാൽ -1 ആയിരിക്കണം. g1 ഓഫ് എക്സ് -1 ആയാലും എന്താവുള്ളൂ, എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ 0 ഉള്ളൂ. കാരണം -1 ആയാൽ 1 - 1 0, ഫസ്റ്റ് ടേം 0 ആയി, സെക്കൻഡ് ടേം 0 ആയി, തേർഡ് ടേം 0 ആയി, അങ്ങനെ n0 ടേം വരെ നമുക്ക് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മളോട് അതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് 0 ആവണമെങ്കിൽ ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു -1 ആവണം. ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം പ്രൂവ് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ നേരെ കോൺവേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കും പ്രോഡക്റ്റ് n ഈക്വൽ ടു 1 to infinity 1 + gn ഓഫ് എക്സ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ 1 + g1 ഓഫ് എക്സ് 1 + gn ഓഫ് എക്സ് ഇൻറ്റു എക്സ്പോണൻഷ്യലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് എഴുതിയിരിക്കുന്നത്. ദെൻ അത് ആ ഒരു ഫംഗ്ഷൻ 0 ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ജി എൻ ഓഫ് എക്സ് പറഞ്ഞത് -1 കൊടുക്കണം. എക്സ്പോണൻഷ്യൽ ഓഫ് എച്ച് ഓഫ് എക്സ് ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. അങ്ങനെയാണത് പ്രൂവ് ചെയ്തിരിക്കും. ചെറിയ പ്രൂഫാണ്, അപ്പോൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് വെച്ചിട്ട് മാത്രമാണ് പ്രൂവ് ചെയ്ത് പോയിക്കാണ്. ദെൻ നെക്സ്റ്റ് തിയറം, ലെറ്റ് ജി ബി എ റീജിയൻ ഇൻ സി ആൻഡ് ലെറ്റ് എഫ് എൻ ബി എ സീക്വൻസ് ഇൻ എച്ച് ഓഫ് ജി such that h of g means holomorphic function such that no fn is identically 0, such that no fn, അതായത് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീജിയൻ ഇൻ സി ആണ്, എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ, എക്സ്റ്റെൻഡഡ് അല്ല സാധാ കോംപ്ലക്സ് പ്ലെയിനിൽ റീജിയൻ ആണ്. റീജിയൻ മീൻസ് ഡൊമൈൻ. എഫ് എന്ന് പറഞ്ഞത് ഒരു സീക്വൻസ് ആണ്, ഏത് ഹോളോമോർഫിക് ഫംഗ്ഷൻ്റെ. ഈ സീക്വൻസ് ഒരിക്കലും എന്താവില്ല, ഐഡൻറ്റിക്കലി 0 ആവില്ല. ഇഫ് സിഗ്മ എഫ് എൻ ഓഫ് സെറ്റ് -1 converges absolutely and uniformly on compact subsets of G, then product n equal to 1 to fn of z converges in h of G to an analytic function of f of G. അതായത് നമ്മോട് പറഞ്ഞത് സിഗ്മ എഫ് എൻ ഓഫ് സെറ്റ് -1 കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് യൂണിഫോംലി ഓൺ കോമ്പാക്ട് സബ്സെറ്റ്സ് ഓഫ് ജി. യൂണിഫോംലി കോമ്പാക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദെൻ പ്രോഡക്റ്റ് n ഈക്വൽ ടു 1 to infinity എഫ് എൻ ഓഫ് സെഡ് എന്ന് പറഞ്ഞത് എച്ച് ഓഫ് ജിയിൽ നിന്ന് ഒരു അനലറ്റിക് ഫംഗ്ഷനായ എഫ് ഓഫ് സെഡിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ്, ഇഫ് എ ഈസ് എ 0 ഓഫ് എഫ് ദെൻ എ ഈസ് എ 0 ഓഫ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ദി ഫംഗ്ഷൻസ്. എ എന്ന് പറഞ്ഞത് എഫിൻ്റെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്ത്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള എഫ് എന്നിൻ്റെ 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി 0 ഓഫ് എഫ് അറ്റ് എ ഈസ് ദി സം ഓഫ് ദി മൾട്ടിപ്ലിറ്റീസ് ഓഫ് ദി സീറോസ് ഓഫ് ദി ഫംഗ്ഷൻസ് എഫ് എൻ അറ്റ് എ. ഇനി എഫിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഓഫ് എഫിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞത് എഫ് എന്നിലെ സീറോസിൻ്റെ സമ്മിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Since sigma fn of z -1 converges uniformly and absolutely on compact subsets of G, നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇറ്റ് ഫോളോസ് ഫ്രം പ്രിസീഡിങ് തിയറം. നമുക്ക് തൊട്ട് മുന്നത്തെ തിയറത്തിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എൻ ഓഫ് സെഡ് എന്ന് പറഞ്ഞത് കൺവേർജസ് യൂണിഫോംലി ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും, കൺവേർജസ് യൂണിഫോംലി ആൻഡ് അബ്സല്യൂട്ട്ലി. നമ്മളങ്ങനെയല്ലേ പറഞ്ഞത്, സിഗ്മ ജി എൻ കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, കൺവേർജസ് അബ്സല്യൂട്ട്ലി യൂണിഫോംലി എന്നാണ് പറഞ്ഞത്. സോ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ തിയറം വെച്ചിട്ട് നമുക്ക് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് പറയാം. യൂണിഫോംലി ആൻഡ് കോൺവേഴ്സ് സബ്സെറ്റ്സ് ഓഫ് ജി, ദാറ്റ് ഈസ് ദി ഇൻഫിനിറ്റ് പ്രൊഡക്റ്റ് ഓൺ കൺവേർജസ് ഇൻ എച്ച് ഓഫ് ജി. സപ്പോസ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം നമുക്ക് പ്രൂവ് ചെയ്യൽ കഴിഞ്ഞു.
ഓക്കെ, അത് ആ തിയറം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ തിയറം 5.8 ഒന്നും നിങ്ങൾ എഴുതാൻ പാടില്ല. എങ്ങനെയാണോ വി നോ ദാറ്റ് അല്ലെങ്കിൽ വി ഹാവ് എന്ന് പറഞ്ഞിട്ട് സിഗ്മ ജി എൻ ഓഫ് എക്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. വി ഹാവ് സിഗ്മ ഈ എക്സ് ഡി പറഞ്ഞൊരു കോമ്പാക്ട് മെട്രിക് സ്പേസ് ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എക്സ് ഇൻറ്റു സിയിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ജി എൻ ഓഫ് എക്സ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് യൂണിഫോംലി ഫോർ എക്സ് ഇൻ എക്സ്, ദെൻ ദി പ്രോഡക്റ്റ് ഈസ് ഓൾസോ കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് യൂണിഫോംലി ഫോർ എക്സ് ഇൻ എക്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എഴുതാം കേട്ടോ. അല്ലാതെ ബൈ തിയറം 5.7 അല്ലെങ്കിൽ തിയറം 5.8 എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ എക്സാമിന് എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ഇത്രയും ഭാഗം നമ്മുടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് അടുത്തത് എഫ് ഓഫ് എ പറഞ്ഞത് 0 ആണ്. കാരണം എ എന്ന് പറഞ്ഞാൽ എന്താ 0 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ എഫ് ഓഫ് എ എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. Let r greater than 0 be chosen such that B A R a subset of G by hypothesis sigma fn of z minus 1 converges uniformly on B. അതായത് fn of z minus 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ G എന്ന് പറഞ്ഞ റീജിയനിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തത്, ഒരു ബോൾ എടുത്തിരിക്കുന്നത്. ആ ബോളിലേക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അക്കോർഡിംഗ് ടു ലെമ്മ 5.8 there is an integer n such that f of z equal to f1 of z into എക്സെട്ര fn of z into g of z. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തിയറം വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സെറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രോഡക്റ്റ് n equal to 1 to infinity അല്ലെങ്കിൽ k-1 to infinity fn of z into g of z എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വേർ g does not vanish, ഒരിക്കലും g എന്താവില്ല, അത് വാനിഷ് ചെയ്യില്ല, ബിയിൽ ക്ലോസ്ഡ് ബോളിൽ വാനിഷ് ചെയ്യില്ല. ദി പ്രൂഫ് ഓഫ് ദി റിമൈൻഡർ ഓഫ് ദി തിയറം നൗ ഫോളോസ്. അതായത് അപ്പോൾ നമുക്ക് എന്ത് പറയാം, അങ്ങനെ വാനിഷ് ചെയ്യാത്ത സ്ഥിതിക്ക് അതിൻ്റെ അതെന്തായിരിക്കും, എന്ന് പറയുന്നത് അതിൻ്റെ 0 ആയിരിക്കും. പിന്നെ വരുന്നത് 0 ആവണമെങ്കിൽ, അതായത് ഫംഗ്ഷൻ 0 ആവണമെങ്കിൽ എന്ത് 0 ആയേ പറ്റുള്ളൂ, f1 f2 എക്സെട്ര fn 0 ആയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us now return to a discussion of the original problem. If an is sequence in region G with no limit point G but possible some point may be repeated number of times, consider the function z minus a. നമ്മൾ z minus a എന്ന് പറഞ്ഞൊരു ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. വി ക്യാൻ ഫൈൻഡ് ഫംഗ്ഷൻ ജി എൻ ഓഫ് സെറ്റ് വിച്ച് ആർ അനലിറ്റിക് ഓൺ ജി, ഹാവ് നോ സീറോസ് ഇൻ ജി ആൻഡ് ആർ സച്ച് ദാറ്റ് സിഗ്മ മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ എൻ ജി എൻ ഓഫ് സെറ്റ് മൈനസ് 1 കൺവേർജസ് യൂണിഫോംലി ഓൺ കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് ജി. ദെൻ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. അത് എന്തായാലും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഈ കൺവേർജസ് യൂണിഫോംലി ഓൺ കോമ്പാക്ട് സെറ്റ് ആയിരിക്കും. The z equal to a and the safest way to get gn of z never vanishes is to express it as gn of z exponential of hn of z for some analytic function hn. In fact, if g is simply continued, follows that gn of z must be of this form. The function we are looking for were introduced Weierstrass theorem. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഫംഗ്ഷൻ്റെ 0 എന്ന് പറഞ്ഞത് മറ്റേ ഫങ്ഷൻസ്, അതായത് f1 f2 എക്സെട്ര fn വാനിഷ് ചെയ്താലേ അതിന് സീറോസ് ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ, ആ ഫംഗ്ഷൻ 0 ആവുള്ളൂ പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് പാരഗ്രാഫായിട്ട് എഴുതിയെന്നുള്ളൂ കേട്ടോ. നേരത്തെ ഡെഫിനിഷൻ ആൻഡ് എലമെൻ്ററി ഫാക്ടർ ഈസ് വൺ ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഇ പി ഓഫ് സെറ്റ്. എലമെൻ്ററി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇ പി ഓഫ് സെറ്റ് ആണ് ഫോർ പി ഈക്വൽ ടു 0 1 എക്സെട്ര. ദെൻ അതിൽ ഇ നോട്ട് ഓഫ് സെറ്റ് പറഞ്ഞാൽ 1 മൈനസ് സെറ്റ് ആണ്. ഇ പി ഓഫ് സെറ്റ് പറഞ്ഞാൽ 1 മൈനസ് സെറ്റ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് സെറ്റ് പ്ലസ് സെറ്റ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സെട്ര പ്ലസ് സെറ്റ് റേസ് ടു പി ബൈ പി കോമ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ നോട്ട് ഡിഫൈൻ ചെയ്തിട്ട് 1 മൈനസ് സെറ്റ് ആണ്. ഈ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ 1 ഓഫ് എക്സ്പോണൻഷ്യൽ. സോ സെറ്റ് റേസ് ടു പി, സെറ്റ് ബൈ പി എന്ന് മാത്രമേ വരുള്ളൂ, സെറ്റ് ബൈ 1, സോ സെറ്റ് എന്ന് മാത്രമേ വരുള്ളൂ. അതായത് E1 പറഞ്ഞാൽ 1 മൈനസ് സെറ്റ് ഇൻറ്റു സെറ്റ്, E2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് സെറ്റ് ഇൻറ്റു സെറ്റ് പ്ലസ് സെറ്റ് സ്ക്വയർ ബൈ 2 എന്ന് കൂടി വരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് വരാം. So the function EP of z minus a has a symbol 0 at z equal to a. z equal to a ആകുമ്പോഴാണ് അവിടെ സിമ്പിൾ 0 ഉണ്ടാവുക ആൻഡ് നോ അതർ 0, വേറെ ഒരു സീറോസും ഉണ്ടാവില്ല. ഓൾസോ ഇഫ് ബി ഇസ് എ പോയിന്റ് ഇൻ സി മൈനസ് ജി, സിയിൽ നിന്ന് ജി എന്ന് പറഞ്ഞാൽ ആ ഒരു റീജിയൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള പോയിൻ്റാണ് ബി എന്ന് വിചാരിക്കാം. ദെൻ ഇ പി ഓഫ് എ മൈനസ് ബി ബൈ സെഡ് മൈനസ് ബി ഹാസ് എ സിമ്പിൾ 0 at z equal to a. z equal to എയിൽ എന്തുണ്ടാവും, ഇത് സിമ്പിൾ 0 ആൻഡ് ഇസ് അനലറ്റിക് ഇൻ ജി. ജിയിൽ എന്തായിരിക്കും, അത് അനലറ്റിക് ആയിരിക്കും. കാരണം ഇ പി ഓഫ് സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ സിമ്പിൾ 0 at z equal to a ആണ്. അതിൽ നിന്ന് ആ സെഡ് ഈക്വൽ ടു എനെ നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതായത് ഇവിടെ എന്താണ്, എ എന്ന് പറഞ്ഞത് മേലെയാണ്, ന്യൂമറേറ്ററിലാണ്, ഡിനോമിനേറ്ററിൽ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല. സോ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഇസ് അനലറ്റിക് ഇൻ ജി, കാരണം അവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാത്ത കേസ് വരുന്നില്ല. സോ ദീസ് ഫംഗ്ഷൻസ് വിൽ ബി യൂസ് ടു മാനുഫാക്ചർ അനലറ്റിക് ഫംഗ്ഷൻസ്. അനലറ്റിക് ഫംഗ്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡെഫിനിഷൻ.
അടുത്ത if modulus of z less than or equal to 1 and p greater than or equal to 0, then modulus of 1 minus EP of z less than or equal to modulus of z raised to p plus 1 ആണ് പറയുന്നത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി മേ റെസ്ട്രിക്റ്റ് അവർ അറ്റൻഷൻ ടു ദി കേസ് വെർ p greater than or equal to 1. ആദ്യം p greater than or equal to 1 എന്ന് പറഞ്ഞ കേസിൽ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇ പി ഓഫ് സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ റേസ് ടു സെഡ് കെ എന്ന് എഴുതാം. കാരണം നമുക്കറിയാം ഇന്ന് ഇ പി ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് ഇ പി ഓഫ് സെഡ് എന്ന് പറഞ്ഞതാ 1 മൈനസ് സെഡ് ഇൻറ്റു. സോ 1 മൈനസ് സെഡ്, ഇവിടെ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മോഡുലസ് ഓഫ് സെഡ് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ഇ പി ഓഫ് സെഡ് നമുക്ക് 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ റേസ് ടു സെഡ് കെ, എ കെ സെഡ് റേസ് ടു കെ എന്ന് എഴുതാം. ഓക്കെ, ബീറ്റ്സ് പവർ സീരീസ് എക്സ്പാൻഷൻ, ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ആണ് എബൌട്ട് 0 സെഡ് ഈക്വൽ ടു 0. ബൈ ഡിഫറൻഷ്യേറ്റിംഗ് ദി പവേഴ്സ് നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0 ആയിട്ട് മാറും. ഇത് എന്തായി മാറും? കെ എ കെ സെഡ് റേസ് ടു കെ മൈനസ് 1 ആവും. അതിന് നമുക്ക് മൈനസ് സെഡ് റേസ് ടു പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. ദെൻ മൈനസ് സെഡ് റേസ് ടു പി എക്സ്പോണൻഷ്യൽ ഓഫ് സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു പി ബൈ പി എന്ന് എഴുതാം. അതായത് ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഷൻ വരുന്നത്. എക്സ്പോണൻഷ്യൽ ഓഫ് സെഡ് പ്ലസ് ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഷൻ വരുന്നത്. സോ അതിൽ നിന്ന് മൈനസ് സെഡ് റേസ് ടു പി എന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. ദെൻ എക്സ്പോണൻഷ്യൽ ഓഫ് സെഡ് പ്ലസ് എക്സെട്ര സെഡ് റേസ് ടു പി ബൈ പി എന്ന് വരും. കമ്പയർ ദി ടു എക്സ്പ്രഷൻ, ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ദോൺ ഇ പി ഡാഷ് ആണ് വരുന്നത്. കമ്പയർ ദിസ് ടു എക്സ്പ്രഷൻ വി ഗെറ്റ് അബൌട്ട് ദി കോയിഫിഷ്യൻ. എന്റെ കോയിഫിഷ്യൻ്റ് എന്താ? A1ൻ്റെ കോയിഫിഷ്യൻ ഫസ്റ്റത്തേന്ന് A1ൻ്റെ കോയിഫിഷ്യൻ 0, A2ൻ്റെ കോയിഫിഷ്യൻ 0 എക്സെട്ര എ പി വരെയുള്ളതിൻ്റെ കോയിഫിഷ്യൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സെക്കൻഡ്, സിൻസ് ദി കോയിഫിഷ്യൻസ് ഓഫ് ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് റേസ് ടു എക്സ്പോണൻഷ്യൽ ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു പി ബൈ പി ആർ ഓൾ പോസിറ്റീവ്. കാരണം എക്സ്പോണൻഷ്യലിൻ്റെ ഉള്ളിൽ വരുന്ന എക്സിൻ്റെ സെഡിൻ്റെയും സെഡ് റേസ് ടു സെഡ് സ്ക്വയറിൻ്റെയും സെഡ് ക്യൂബിൻ്റെ ഒക്കെ കോയിഫിഷ്യൻ്റ് എന്താ? പോസിറ്റീവാണ്. സോ എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി പ്ലസ് 1. പി പ്ലസ് 1 കെ പി പ്ലസ് 1-നേക്കാളും വലുതായാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റുള്ളൂ. ദസ് മോഡുലസ് ഓഫ് എ കെ ഈക്വൽ ടു മൈനസ് എ കെ ഫോർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി പ്ലസ് 1. പി പ്ലസ് 1-നേക്കാളും വലിയൊരു എ കെ നമ്മൾ ചൂസ് ചെയ്തു. ദിസ് ഗിവ്സ് 0 ഈക്വൽ ടു ഇ പി ഓഫ് 1. ഇ പി ഓഫ് 1 പറഞ്ഞാൽ എന്താ? 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു പി പ്ലസ് 1 to infinity എ കെ ആണ്. സോ സിഗ്മ കെ ഈക്വൽ ടു പി പ്ലസ് 1 to infinity പറഞ്ഞാൽ എന്താ? മൈനസ് എ കെയുടെ സ്ഥലത്ത് മോഡുലസ് ഓഫ് എ കെയുടെ സ്ഥലത്ത് മൈനസ് എ കെ. സോ സിഗ്മ കെ ഈക്വൽ ടു പി പ്ലസ് 1 to infinity എ കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അത് എ പി പ്ലസ് 1 പ്ലസ് എ പി പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻഫിനിറ്റി എന്ന് വരും. സോ മൈനസ് 1 അല്ല മൈനസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് അങ്ങനെ 1 ചെയ്ത് പോവാണ്. ഓക്കെ, then hence for modulus of z less than or equal to 1 modulus of e p of z minus 1. നമുക്ക് e p of z minus 1 ആണ് കാണേണ്ടത്. സോ e p of z minus 1 equal to sigma k equal to p plus 1 a k z raised to k. That means modulus of z raised to p plus 1 into modulus of sigma k equal to p plus 1 to infinity a k z raised to k minus p minus 1. അതായത് ഇവിടുന്ന് p plus 1 നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് p plus 1 സിഗ്മ k ഈക്വൽ ടു p plus 1 to infinity മോഡുലസ് ഓഫ് a k വരും. ദാറ്റ്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ്, അതായത് ഇതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ദെൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് p plus 1 വരും. ഓക്കെ, വിച്ച് ഈസ് ദി ഇൻഇക്വാലിറ്റി എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ദി ഇൻഇക്വാലിറ്റി, നമ്മളോട് കാണാൻ പറഞ്ഞ ഇക്വാലിറ്റി. അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമുക്കറിയാം ഇ പി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അടുത്ത തിയറം, ലെറ്റ് എ എൻ ബി എ സീക്വൻസ് ഇൻ സി സച്ച് ദാറ്റ് ലിമിറ്റ് മോഡുലസ് ഓഫ് എ എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് എ എൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദിസ് ഇസ് നോട്ട് എ സീക്വൻസ് ഓഫ് ഡിസ്റ്റിൻക്റ്റ് പോയിൻറ്റ്സ് ബട്ട് ബൈ ഹൈപ്പോത്തസിസ് നോ പോയിന്റ് is repeated an infinite number of times. If Pn is any sequence of integers such that sigma n equal to 1 to infinity r by modulus of an raised to Pn plus 1 is less than infinity such when is less than r greater than 0 then f of z equal to h of z. നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റിജറിൻ്റെ സീക്വൻസ് ആണ്, അതിൻ്റെ രൂപമാണിത്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? എച്ച് ഓഫ് സിയിലേക്ക്, അതായത് ഹോളോമോർഫിക് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ ഫംഗ്ഷൻ എഫ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ വിത്ത് സീറോസ് ഓൺലി അറ്റ് ദി പോയിൻറ്റ്സ് എ എൻ. എ എന്നിൽ ആകെ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്.
അതിൽ സീറോസ് പറഞ്ഞാൽ എ എൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെഡ് നോട്ട് ഓക്കേഴ്സ് ഇഫ് ദി സീക്വൻസ് എ എൻ എക്സാക്ട്ലി എം ടൈംസ്. അതിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ നമുക്ക് നോക്കേണ്ടി വരുള്ളൂ. ആ ഒരു കൺവേർട്ട് ചെയ്യുന്നത് മാത്രമേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുള്ളൂ. സോ സപ്പോസ് ദർ ആർ ഇൻഡിജർ പി എൻ സെറ്റ് ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. പി എൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് ഇ പി എൻ ഓഫ് സെഡ് മൈനസ് എ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് ബൈ എ എൻ റേസ് ടു പി എൻ പ്ലസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ബൈ മോഡുലസ് ഓഫ് എ എൻ ഓൾ റേസ് ടു പി എൻ പ്ലസ് 1 വരും. ഓക്കെ, വെൻ എവർ മോഡുലസ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമുക്ക് എന്താ പറയുക? മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. അതുകൊണ്ടാണ് അവിടെ ഒരു കേസ് വന്നത്. ആൻഡ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മോഡുലസ് ഓഫ് എ എന്നേക്കാളും ചെറുതാണ്. For a fixed r greater than 0, there is an integer n such that modulus of a n greater than or equal to r for all n greater than or equal to n. കാരണം എന്താ വെച്ചാൽ ലിമിറ്റ് മോഡുലസ് ഓഫ് എ എൻ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. Thus for each r greater than 0, the series sigma modulus of 1 minus EPN set by an is converges is dominated by the convergence series 5.13 on the disk B of 0 r. This gives that sigma 1 minus EPN of z minus a n. അതായത് സിഗ്മ 1 മൈനസ് ഇ പി എൻ ഓഫ് സെഡ് മൈനസ് എ എന്ന് പറഞ്ഞത് അത് കൺവേർജസ് ഡോമിനേറ്റ് ചെയ്ത് കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? അത് എച്ച് ഓഫ് സിയിലേക്കും കൺവേർജ് ചെയ്യുമെന്ന് പറയാം. അതായത് ഒരു റീജിയനിൽ ഒരു ബോളിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, അത് ആ റീജിയൻ മൊത്തം കൺവേർജ് ചെയ്യും. എന്നാൽ മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. ഫോർ എ ഫിക്സഡ് ആർ ദർ ഇസ് എൻ ഇൻറ്റിജർ n such that മോഡുലസ് ഓഫ് എ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ for all n greater than or equal to 1. Thus for each r greater than 0 converges subsumed in h of c പറഞ്ഞു. തിയറം 5.9. തിയറം 5.9 എന്താ പറയുന്നത്? തിയറം 5.9ൽ നമ്മൾ പറയുന്നത് അതായത് എഫ് എൻ ഓഫ് സമ്മ് കൺവേർജ് ചെയ്യുമെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ സമ്മ് കൺവേർജ് ചെയ്യും നമ്മളിപ്പോൾ പറഞ്ഞു. സോ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ പ്രൊഡക്റ്റും കൺവേർജസ് ഇൻ എച്ച് ഓഫ് സി. സമ്മ എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അതേ കൺവേർജൻസ് തന്നെയാവും ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണം. ടു ഷോ ദാറ്റ് പി എൻ ക്യാൻ ബി ഫൗണ്ട് സോ ദാറ്റ് 5.13 ഹോൾസ് ഫോർ ഓൾ ആർ ഇസ് ട്രിവിയൽ. അതായത് ആർ ട്രിവിയൽ ആവുന്ന എല്ലാ കേസിലും എന്തായിരിക്കും? ഈ പി എൻ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, R is a trivial matter. For any r there is an integer n such that modulus of a n greater than 2r for all n greater than or equal to 1. This gives that r by modulus of a n is less than 1 by 2. So if pn equal to n minus 1 for all n, the tail ends of the series 5.13 is dominated by sigma 1 to raise to n. അതായത് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ആർ എന്നല്ല എടുത്തിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് സെഡ് ഈസ് ഓൾസോ ലെസ് ദാൻ 1 by 2 raise to n എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളത് എടുത്തത്. ദസ് 5.13 ഈസ് കൺവേർജ്. 5.13 തന്നെ കൺവേർജ് ചെയ്യും. ഇവിടെ തന്നെ നമുക്ക് കൺസെപ്റ്റ് ഏകദേശം ക്ലിയർ ആയി. അത് പി എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പി എന്ന് പറഞ്ഞ സീക്വൻസ് ആയിട്ടാണ് നമ്മൾ അവിടെ എ എൻ ആണ്. പി എന്ന് പറഞ്ഞാൽ n മൈനസ് 1 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ആ ഒരു സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ദി വെയ്സ്ട്രാസ് ഫാക്ടറൈസേഷൻ തിയറം. ലെറ്റ് എഫ് ബി എൻ എൻ്റയർ ഫംഗ്ഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം. ലെറ്റ് എഫ് ബി എൻ എൻ്റയർ ഫംഗ്ഷൻ ആൻഡ് ലെറ്റ് എ എൻ ബി ദി നോൺ സീറോ സീറോസ് ഓഫ് എഫ് റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ എഫ് പറഞ്ഞൊരു എൻ്റയർ ഫംഗ്ഷനാണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സീറോസ് ആണ്. അതായത് സീറോ അല്ല അതിൻ്റെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ അല്ല, പക്ഷെ എന്തുണ്ട്? അതിന് സീറോസ് ഉണ്ട്. ഓക്കെ, എഫ് റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. എഫ് റിപ്പീറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലിസിറ്റിയുടെ അനുസരിച്ചിട്ടാണ്. സപ്പോസ് എഫ് ആസ് എ 0 at z equal to 0. എഫ് 0 ആണെന്ന് വിചാരിക്കാം. ഇഫ് ഓർഡർ m greater than or equal to 0, m greater than 0 ആകുമ്പോൾ a 0 of order m equal to 0 at z equal to 0 means f of 0 not equal to 0. Then there is an entire function g. g എന്ന് പറഞ്ഞൊരു entire function എടുക്കുക. and a sequence of integer p n such that. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സീക്വൻസ് പറഞ്ഞാൽ എന്ത് വരും? f of z equal to z raised to m e raised to g of z product n equal to 1 to infinity e p n z by a n ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വയ്ക്കുക, അതേപോലെ എന്താണ് പ്രൂഫും പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് എഫ് എന്ന് പറഞ്ഞൊരു എൻ്റയർ ഫംഗ്ഷനാണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ സീറോ എഫ് റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോസ് ചെയ്യുക എന്ത്? എഫ് എസ് എ 0 at z equal to 0. എഫിന് 0 ആണ് എപ്പോൾ z equal to 0 ആകുമ്പോൾ. ഓഫ് ഓർഡർ m greater than or equal to 0 ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്താ? അതിൻ്റെ ഓർഡർ m equal to 0 ആണെങ്കിൽ അത് z equal to 0 ആകുമ്പോൾ 0 ഓർഡർ മൾട്ടിപ്ലിസിറ്റിയുടെ ഓർഡർ പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. മറ്റത് m greater than 0 ആയിരിക്കും. അതിൻ്റെ മീനിങ് f of 0 എന്ന് പറഞ്ഞാൽ 0 ആവില്ല എന്നാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എൻറ്റയർ ഫംഗ്ഷൻ ജി എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് റേസ് ടു എം ഇ റേസ് ടു ജി ഓഫ് സെഡ് പ്രോഡക്റ്റ് എൻ ഈക്വൽ ടു 1 to infinity ഇ പി എൻ സെഡ് ബൈ എ എന്ന് എഴുതാം. ഓക്കെ, അക്കോർഡിംഗ് ടു ദി പ്രിസീഡിങ് തിയറം, നമ്മുടെ മുന്നത്തെ തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് പി എൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. സച്ച് ദാറ്റ് എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റേസ് ടു എം പ്രോഡക്റ്റ് എൻ ഈക്വൽ ടു 1 to infinity ഇ പി എൻ സെഡ് ബൈ എ എന്നതും അറ്റ് ദി സെയിം സീറോ ആണ് പറഞ്ഞിട്ടുണ്ട്. സെയിം മൾട്ടിപ്ലിസിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഒരു തിയറത്തിൽ പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്, ഇറ്റ് ഫോളോസ് ദാറ്റ് എഫ് ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് ആസ് റിമൂവബിൾ സിംഗുലാരിറ്റി അറ്റ് സെഡ് ഈക്വൽ ടു 0. എഫ് ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ്, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, പ്രോഡക്റ്റ് എൻ ഈക്വൽ ടു 1 to infinity ഇ പി എൻ സെഡ് ബൈ എ എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ തിയറത്തിൽ എഫ് ഓഫ് സെഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എച്ച് ഓഫ് സെഡിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ സെഡ് ഈക്വൽ ടു 0 അതേപോലെ A1 A2 എക്സെട്രയിലൊക്കെ എന്തായിരിക്കും? റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. കാരണം എഫ് ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് എന്നല്ല, എച്ച് ഓഫ് സെഡ് 0 ആണ് കേസ് വരും. ദസ് എഫ് ബൈ എച്ച് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. എഫ് ബൈ എച്ച് പറഞ്ഞാൽ എന്താ? എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഫർദർമോർ ഹാസ് നോ സീറോസ്, അതിന് സീറോസ് ഉണ്ടാവില്ല. സിൻസ് സി ഈസ് സിംപ്ലി കണക്റ്റഡ് ദർ ഇസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ ജി സച്ച് ദാറ്റ്, ഒരു സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംപ്ലി കണക്റ്റഡ് ആണ്. സോ ദർ ഇസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. ഒരു എൻറ്റയർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ജി ഓഫ് സെഡ് നമുക്ക് എഴുതാം. കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കൺവേർജസ് അബ്സല്യൂട്ട്ലി ആണോ എന്നൊക്കെ നമ്മൾ നോക്കിയത്. സോ എഫ് ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡിന് നമുക്ക് എന്തായാലും എന്താവില്ല പറഞ്ഞാൽ അതിന് സീറോസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എൻറ്റയർ ഫംഗ്ഷനാണ്, അതിൽ സീറോസ് ഉണ്ടാവില്ല. സോ എഫ് ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് നമുക്ക് ഇ റേസ് ടു ജി ഓഫ് സെഡ് എന്ന് എഴുതാം. ദി റിസൾട്ട് നൗ ഫോളോസ്. അതാണ് വെയ്സ്ട്രാസ് തിയറം പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ തിയറം ബേസ് ചെയ്തിട്ട് എഫ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഫ് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഈ എഫ് ഓഫ് സെഡ് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ സീറോ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എഫ് ബൈ എച്ചിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം. അപ്രോക്സിമേഷനുള്ള വെയ്സ്ട്രാസ് ഫാക്ടറൈസേഷൻ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റും ഇതും പഠിച്ചു വയ്ക്കാം. പിന്നെ കഴിഞ്ഞ തിയറം കാരണം വെച്ചാൽ തിയറം കുറേ ഉണ്ട്, ഇത്രയും ഭാഗം തിയറാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ തിയറംസ് ഒന്നും നിങ്ങൾ ചോദിക്കില്ല, ചെറിയ തിയറംസേ ചോദിക്കില്ല. അപ്പോൾ വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ വെയ്സ്ട്രാസ് ഫാക്ടറൈസേഷൻ തിയറൊക്കെ എന്താണെന്ന് ചോദിക്കും. കാരണം എന്താ വെച്ചാൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞിട്ട് തന്നാൽ മതിയല്ലോ. ഓക്കെ, താങ്ക് യു.